ഈ അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ ഈ വർഷം നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഈ വർഷം ശ്രമിച്ചാൽ വിവാഹമൊക്കെ നടക്കും കേട്ടോ. വിവാഹം നടക്കും, നല്ല നല്ല ബന്ധങ്ങളൊക്കെ കിട്ടും, അതുപോലെ സന്താന യോഗമൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധമായ സുഖസൗകര്യങ്ങളും നമ്മളെ തേടിയെത്തുകയും എല്ലാ വിധമായ നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഈ വിഷു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. അതെ, വിഷു ഇങ്ങ് എത്തിയല്ലേ. അപ്പം നമുക്ക് നമ്മുടെ വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. കുംഭക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിക്കളയാം. അവിട്ടമര, ചതയം, പൂരുരുട്ടാതി മുക്കാല് വരുന്ന കുംഭക്കൂറുകാർക്ക് വളരെ നല്ല സമയം തന്നെയാണ്. സന്തോഷകരമായ ദിനങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നല്ല ജീവിത പുരോഗതിയും സാമ്പത്തിക മേന്മയും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. ആരോപണങ്ങളിൽ തളരാതെ അതിജീവിക്കാൻ കരുത്തുള്ളവരായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കതൊന്നും പുത്തിരിയല്ല, ഇതൊക്കെ എത്രയോ കേട്ടിരിക്കുന്നല്ലേ, അങ്ങനെയൊക്കെ അങ്ങ് കടന്നു പോകും. അപ്പോൾ ആരോപണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. അപ്പോൾ അതിനൊന്നും നമ്മൾ വലിയ മുഖവില കൊടുക്കാണ്ടിരുന്നാൽ മതി, നമ്മൾ പ്രതികരിക്കാൻ പോവാതിരുന്നാൽ മതി. അപ്പോൾ അതങ്ങ് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് കടന്നു പോയിക്കോളും. അതുപോലെ സഞ്ചാര യോഗം, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് സഞ്ചരിക്കാനുള്ളതായ അവസ്ഥകൾ. അപ്പോൾ സഞ്ചാരത്തിൻ്റെ ക്ഷീണങ്ങൾ, അത് നമ്മൾ പറയില്ലേ, ദീർഘദൂര യാത്രകൾ, വിദേശ യാത്രകൾ, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്നവരുമൊക്കെയുള്ള സഞ്ചാരങ്ങൾ, യാത്രകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധയും ആവശ്യമാണ് കേട്ടോ. കാരണം ഈ സഞ്ചാരത്തിനൊക്കെ നമ്മൾ ഈ യാത്രകളൊക്കെ പോകുമ്പം ഒരു പരിധി വരെയും നമുക്ക് നമ്മുടേതായ ഒരു എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല, എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മളൊരു ടൈം ടേബിൾ വെച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആരോഗ്യകാര്യത്തിൽ നമുക്ക് പണി കിട്ടും. അതല്ല എങ്കിൽ ആരോഗ്യകാര്യത്തിലൊന്നും വലിയ കുഴപ്പം ഈ കൂറുകാർക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ല കേട്ടോ. പൊതുവിൽ വളരെ നല്ല സമയം തന്നെയാണ്. മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നല്ല സമയമാണ്. അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനും അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ തളർന്നു പോവാതെ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു, ഇതൊക്കെ നിസ്സാരം എന്നുള്ള രീതിയിൽ അങ്ങ് ഓവർകം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെയൊക്കെ നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു വർഷമാണ് കേട്ടോ. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും നമുക്ക് കൊണ്ടുതരും. സാമ്പത്തികമായ പുരോഗതി, അത് ക്രമാതീതമായ വർധനവ് തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഒരു മാർഗത്തിലായിരിക്കില്ല, പല ഇതിൽ നിന്ന്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് മാത്രം ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടി അടുത്തൊരു ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പല ഷെയർ മാർക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലുള്ള വരുമാനം നമ്മളിലേക്ക് എത്തപ്പെടാൻ യോഗമുള്ളൊരു വർഷമാണ് കേട്ടോ. അതുപോലെ മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതിലുപരി മാനസിക ഉല്ലാസം ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കുന്നത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് വിചാരിക്കുന്ന പലതും നമുക്ക് കിട്ടുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമായിരിക്കാം. നമ്മുടെ കഴിവുകളൊന്നും കുറഞ്ഞിട്ടില്ല എന്നും നമ്മുടെ കഴിവുകൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നിലുണ്ട് എന്ന് ചിന്തിച്ചു പോയാൽ അതിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നേടിയെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ, ധാരാളം സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ, അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരാളിൽ നിന്ന് സഹായം മേടിച്ചാൽ നാളെ നമുക്കതൊരു വിനയാവില്ലേ? അങ്ങനത്തെ സഹായമല്ല. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർക്ക് നമുക്ക് പിടിച്ചു തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്കതൊരു ഇന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള ഒരു ഹെൽപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ഒരിക്കലും ഒരു സഹായം പറ്റുക എന്നുള്ള മൈൻഡിലല്ല കേട്ടോ ഉദ്ദേശിച്ചത്. കാരണം നമ്മളൊരാളോട് സഹായം പറ്റിയാൽ നമുക്ക് അവിടെ ഒരു വിധേയത്വം കൂടി ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളവിടെ എന്താ പറയുക, പെട്ടുപോകുന്ന അവസ്ഥയാവും, നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ആരിൽ നിന്നും ഒരു സഹായങ്ങൾ സ്വീകരിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂലി വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ അത് ചെയ്യുക. ആ
ആശയവിനിമയം നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഇത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് പോവുക. അല്ലാതെ നമ്മളൊരു സഹായം പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നാളെ നമുക്കത് ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥ കൂടി ഇതിലുണ്ടാക്കും കേട്ടോ. കാരണം അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഹെൽപ്പ് ചെയ്യാൻ ആ സമയത്ത് ഇല്ല എങ്കിൽ അത് മാനസികമായൊരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിത്തരാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം. അപ്പോൾ ആരെയും അങ്ങനെ വകവെച്ച് അല്ലെങ്കിൽ ആരുടെയും മുമ്പിൽ കൈനീട്ടി നിന്ന് ശീലമൊന്നും ഇല്ലാത്തവർ തന്നെയാണ് ഈ കുംഭക്കൂറുകാർ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പരാജയത്തിൻ്റെ കയ്പുനീരൊക്കെ ധാരാളം കുടിച്ച് ഇനിയിപ്പോൾ എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ശീലമായി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ ഈ വർഷം നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ചെറിയ ചെറിയ ആരോപണങ്ങളൊക്കെ കേൾക്കുമെങ്കിൽ പോലും അവയിലൊന്നും നമുക്ക് വലിയ കുലുക്കൊന്നും വരേണ്ട കാര്യമില്ല. കാരണം ഇതിനപ്പുറം നമ്മൾ കേട്ടിട്ടുണ്ടെന്നുള്ള മൈൻഡിൽ നമ്മളങ്ങ് നിന്നാൽ ഈ പറയുന്നവർ തന്നെ മടുത്തങ്ങ് നിർത്തിക്കോളും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും നമ്മൾ വലിയ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങളുടെയൊക്കെ ഭരണ ചുമതല അല്ലെങ്കിൽ മേലധികാരിയാകാനൊക്കെയുള്ള യോഗങ്ങളുള്ള ഒരു സമയമാണ്. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. നാട്ടിലാണെങ്കിലും ജോലി ഇപ്പോൾ ഉള്ള നമുക്ക് കിട്ടിയ ജോലി നമ്മുടെ പഠനത്തിന് ആനുപാതികമായിട്ടുള്ളതല്ല എങ്കിൽ നല്ല ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല ജോലി കിട്ടാനും അതിൽ നിന്ന് പുരോഗതി കൈവരിക്കാനും ഒക്കെയുള്ള ഒരു സമയം കൂടിയാണ് ഈ വർഷം നമുക്ക് കടന്നു വരുന്നത്. നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയിക്കാനും നല്ല രീതിയിൽ നമുക്ക് പുരോഗതി നേടിയെടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് റിവേഴ്സ് ആവുന്നത് കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാനാണെന്നുള്ള ചിന്തയോടുകൂടി തന്നെ നമ്മൾ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക. അതിനുവേണ്ടി തന്നെയാണ്. അപ്പോൾ എന്തൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും പതറുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മുരടിക്കുകയല്ല വേണ്ടത്, വിഷമിക്കുകയല്ല വേണ്ടത്. ഇതിലും നല്ലതായ ഒരു വഴി, അല്ലെ നമ്മൾ പോകുന്ന റൂട്ടിൽ എവിടെയോ ഒരു തെറ്റുണ്ട്, അതൊന്ന് കറക്ഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെ ഒരു പ്രതിസന്ധി വന്നത് എന്ന് ചിന്തിച്ച് ധൈര്യമായിട്ട് ധീരതയോടെ മുന്നേറിയാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഒരു പരിധി വരെയും കുറേ മനസ്സൊക്കെ വിഷമിച്ച് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പറയും, അതൊക്കെ ഞങ്ങൾ എത്ര കേട്ടിരിക്കുന്നു, ഇനിയും നിങ്ങളിങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനല്ല, ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ മൈൻഡിൻ്റെ തീരുമാനമാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു അവസരം നമുക്ക് പ്രപഞ്ചം ഒരുക്കി തരുമെന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ കാര്യം. ഇപ്പം നമ്മൾ ഈ ഫലങ്ങൾ പറയുന്നുണ്ട്, ഓരോ കൂറ് ബേസിലായാലും നക്ഷത്ര ബേസിലായാലും പറയുമ്പോൾ അതൊരു വ്യക്തിയിലേക്ക് പ്രതിഫലിക്കണമെങ്കിൽ ആ വ്യക്തി കൂടി മനസ്സറിഞ്ഞ് തീരുമാനിച്ചിറങ്ങണം. കാരണം എനിക്കിത് ഇന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, ഇതിനെ എനിക്ക് ഓവർകം ചെയ്താൽ നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും, അപ്പം ഞാനിതിനെ ഓവർകം ചെയ്യും അല്ലെ ചെയ്തിരിക്കും എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രപഞ്ചത്തിന് തരാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് വൈബ് വന്നെന്നറിയാം. ആ പോസിറ്റീവ് വന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കൊന്നും സാധിച്ചില്ലേ, ഈ പറയുന്നതൊക്കെ എന്നത്തെ കാലത്ത് നടക്കും എന്ന് ചിന്തിക്കുകയല്ല വേണ്ട. ഇത് നടക്കും, അല്ലെങ്കിൽ ഇത് നടത്തിയെടുക്കണം, ഇതിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓവർകം ചെയ്യണം, അതിനെ ഓവർകം ചെയ്തുകൊണ്ട് എനിക്ക് പോസിറ്റീവ് മാത്രം നേടിയെടുത്ത് അടുത്ത വിഷുവിലേക്ക് എനിക്ക് സന്തോഷമായിട്ടിരിക്കണമെന്നും നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ എപ്പോൾ തീരുമാനിക്കുന്നു ആ നിമിഷം മുതൽ നമ്മുടെ വളർച്ച തുടങ്ങും. അവിടെ തുടങ്ങും നമ്മുടെ സ്റ്റാർട്ടിങ് വിജയം. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള പുരോഗതികളും നേട്ടങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. നമ്മുടെ അനാസ്ഥ കൊണ്ടും നമ്മുടെ ശ്രമമില്ലായ്മ കൊണ്ടും നമ്മളത് ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. നല്ല രീതിയിൽ അതിലേക്ക് എത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗണപതി പൂജകൾ, ഗണപതി മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പം തന്നെ നമ്മൾ എന്താ പറയുക, ഈ കുംഭക്കൂറിൽപ്പെട്ട പകുതി ആളുകളും ദൈവവിശ്വാസം നശിച്ച ഒരവസ്ഥയിലായിരിക്കും. കാരണം ദൈവമൊന്നും ഇല്ല, എന്നും കഷ്ടപ്പാട് തന്നെയാണ്, അല്ലെ എന്നും ഇങ്ങനെ വിഷമം തന്നെയാണ്. അതങ്ങ് മൈൻഡിൽ നിന്ന് മാറ്റൂ. കാരണം നമ്മൾ ചെയ്യുന്നത് എന്തോ അതിനാണ് ഫലം തരാൻ ദൈവത്തിനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും തകർത്തവും ബുദ്ധിയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. ഇനി അതെല്ലാം എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ. ഒരു പരീക്ഷയ്ക്ക് എഴുതാനിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടി, ആൻസർ എഴുതേണ്ട പേപ്പറും കിട്ടി. ആ ക്വസ്റ്റ്യൻ വായിച്ച് അത് പേപ്പറിലേക്ക് പകർത്താൻ നമ്മൾ എഴുതിയാലല്ലേ നമുക്ക് മാർക്ക് കിട്ടൂ എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് എല്ലാ അവസരങ്ങളും തന്നിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ
അതായത് നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ച വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒന്ന് ട്രൈയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് പഠിച്ചിട്ട് വേണ്ട ഒന്ന് വായിച്ചിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആൻസർ ഷീറ്റിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ദൈവം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും തരും, ആൻസർ ഷീറ്റും തരും. അതിലെന്തെഴുതണം, ഏതെഴുതണം, എഴുതണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കും നമ്മുടെ ചുമതലയാണ്. എന്നിട്ട് നമുക്ക് കിട്ടിയ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറയുന്നതിൽ വെറുതെയാണ്, ഒരു കാര്യമില്ല. അതിൻ്റെ തെറ്റുകാരാരാ? നമ്മൾ തന്നെ. നമ്മൾ എഴുതി വയ്ക്കാത്തതുകൊണ്ടല്ലേ നമുക്ക് മാർക്ക് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഫലങ്ങൾ കുറഞ്ഞു പോയാൽ കുറയുക എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ തെറ്റാണ്. അതിനുവേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കറക്ഷൻ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കും കേട്ടോ. വിജയിക്കാതിരിക്കില്ല, വിജയിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, സന്താനങ്ങളുടെയൊക്കെ ഒന്ന് കെയറിങ് കൊടുക്കുക, അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുക, അവരുടെ ഒപ്പം നമ്മൾ കൂടുക. അവരുടെ നല്ലൊരു ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ അല്ല എൻ്റെ അമ്മ എന്ന് പറയുന്ന രീതിയിലേക്ക് കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ കൂട്ടാവുക. കാരണം അതിന് പല പല ഗുണങ്ങളും നമുക്കതിൽ നിന്ന് തന്നെ ഉണ്ടാവും. നമുക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാനും എല്ലാം നമുക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ പുരോഗതി ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന ഈ കുംഭക്കൂറുകാർക്കും നല്ലൊരു സമയമാണ്. ജീവിതത്തിൽ പുരോഗതികളും നേട്ടങ്ങളും ഉണ്ടാവും. വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഈ വർഷം ശ്രമിച്ചാൽ വിവാഹമൊക്കെ നടക്കും കേട്ടോ. വിവാഹം നടക്കും, നല്ല നല്ല ബന്ധങ്ങളൊക്കെ കിട്ടും. അതുപോലെ സന്താന യോഗമൊക്കെയുള്ള സമയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധമായ സുഖസൗകര്യങ്ങളും നമ്മളെ തേടിയെത്തുകയും വിധമായ നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഈ വിഷു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.